ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീമദ് മഹാഭാഗവതത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഭക്തിയുള്ള ഒരു ഭാഗമാണ് പറഞ്ഞത്, രാസക്രീഡ. എല്ലാവരും തന്നെ ആ ഭാഗം വീണ്ടും വീണ്ടും കേട്ട് പ്രാർത്ഥിക്കണം. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഭാഗം തന്നെയാണ് അത്. നിഷ്കളങ്കമായ ഭക്തിയുടെ മറ്റൊരു ഭാവം. ഇന്ന് നമ്മൾ അതിനുശേഷം ചില സംഭവങ്ങൾ അവിടെ നടന്നു. ആ കാര്യത്തെപ്പറ്റിയാണ് വളരെ വിശദമായി തന്നെ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്രകാരം പ്രേമാനന്ദ ഭക്തിയോടുകൂടി രാസക്രീഡ നടക്കുന്ന കാലത്ത് ഒരു ദിവസം രാത്രിയിൽ ഭഗവാൻ ബലരാമനും ഒരുമിച്ച് വൃന്ദാവനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈശ്രവണൻ്റെ അനുചരനായ ശംഖുചൂടൻ എന്ന ഒരു യക്ഷൻ അവിടെ വന്ന് പതുങ്ങി നിന്നു. ഓടക്കുഴലിൻ്റെ ശ്രവണമധുരമായ ശ്രുതി അനുസരിച്ച് പാടി നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ഗോപസുന്ദരികളെ കണ്ട് മോഹിതനായ അവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അവരിൽ ഏതാനും പെൺകുട്ടികളെ തോളിൽ എടുത്തുകൊണ്ട് ഓടി കാട്ടിൽ മറഞ്ഞു. അതുകണ്ട് ബലരാമൻ തൻ്റെ ആയുധമായ കലപ്പയും എടുത്തുകൊണ്ട് അവനെ പിന്തുടർന്നു. സംഹാരരുദ്രനെ പോലെ കോപത്തോടുകൂടി ഓടി അടുത്തു വരുന്ന ബലരാമനെ കണ്ടു ഭയപ്പെട്ട ആ യക്ഷൻ സ്ത്രീകളെ ഉപേക്ഷിച്ച് പ്രാണരക്ഷാർത്ഥം വ്യോമവീതിയിലേക്ക് ഉയർന്നുപോയി. അങ്ങനെ ആ അഹങ്കാരിയെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ പീതാംബരനും അവൻ്റെ പിന്നാലെ അമ്പരവീതിയിലേക്ക് കുതിച്ചു ചാടി. ആകാശത്തിൽ വെച്ച് കൃഷ്ണൻ അവനെ വധിച്ച് അവൻ്റെ ശിരസിലിരുന്ന ചൂടാരത്നം പറിച്ചെടുത്ത് ജ്യേഷ്ഠന് കൊണ്ടുവന്നു കൊടുത്തു. ഗോപവനിതകൾ രാത്രികാലങ്ങളിൽ അവരവരുടെ ഗൃഹം വെടിഞ്ഞ് ലീലാസങ്കേതങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് അവരുടെ വീട്ടുകാർ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. കൃഷ്ണമായയാൽ അവർ ആ സമയം ഗാഢനിദ്രയിൽ ആയിരിക്കും. ഭക്തകളായ ആ ഗോപവനിതകൾക്ക് ഭഗവാൻ നൽകിയ ഒരു അനുഗ്രഹമായിരുന്നു അത്. വൃന്ദാവനത്തിനടുത്തുള്ള അംബിക വനത്തിൽ ഒരു ഗൗരീ ക്ഷേത്രമുണ്ട്. ഗോപന്മാരുടെ ഒരു ആരാധനാ കേന്ദ്രമായിരുന്നു അത്. ഗോപന്മാരുടെ വകയായി അന്ന് ആ ദേവാലയത്തിൽ ഒരു വ്രത മഹോത്സവം നടക്കുകയാണ്. സർവഗോപന്മാരും ഗോപസ്ത്രീകളും ആബാലവൃദ്ധം അതിരാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി സരസ്വതീ നദിയിൽ പുണ്യസ്നാനം ചെയ്ത് വ്രതാനുഷ്ഠാനങ്ങളുടെ ചടങ്ങുകൾ ആരംഭിച്ചു. ശിവപാർവതീ പൂജകൾ നടത്തി ബ്രാഹ്മണർക്കും മഹർഷികൾക്കും ഭോജനം, ധനം മുതലായവ അവർ ദാനം ചെയ്തു. ക്ഷേത്രത്തിൽ വഴിപാടുകളും നിവേദ്യങ്ങളും നടത്തി. അന്നു മുഴുവനും ക്ഷേത്രോപവാസം അവർ ആചരിച്ചു. രാത്രിയിൽ ഉറങ്ങിയാൽ വ്രതഭംഗം വരുമെന്നുള്ള ആചാരവിധി അനുസരിച്ച് അവർ എല്ലാവരും നിദ്രാവിഹീനരായി നദീതീരത്തു തന്നെ കഴിച്ചുകൂട്ടി. ആ സമയം ഒരു പെരുമ്പാമ്പ് ഇഴഞ്ഞു വന്ന് നന്ദഗോപനെ ചുറ്റി. പ്രാണഭീതിയോടെ നന്ദൻ കൃഷ്ണ രാമ എന്ന് ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞു. അത് കേട്ടപ്പോൾ യശോദാദേവിയും രോഹിണീദേവിയും അതുപോലെ തന്നെ മറ്റ് ഗോപജനങ്ങളും ഓടി വന്നു നോക്കി. അവരും മുറവിളി കൂട്ടി. വലിയ ഒരു ഉരകവീരൻ നന്ദഗോപന്റെ കാലിൽ ചുറ്റിയിരിക്കുന്നു. രോദനം കേട്ട് ഗോപന്മാരും രാമകൃഷ്ണന്മാരും അവിടെ ഓടിയെത്തി. പാമ്പിനെ അകറ്റുവാൻ വേണ്ടി അവർ വളരെയേറെ പണിപ്പെട്ടു. വലിയ വടികൊണ്ട് തുടരെ തുടരെ അടിച്ചു. തീക്കൊള്ളികൾ കൊണ്ട് കുത്തി പൊള്ളിച്ചു. എന്നിട്ടും ആ പാമ്പ് അനങ്ങിയില്ല. ഒടുവിൽ കൃഷ്ണൻ തൻ്റെ വാമപാദം കൊണ്ട് അവനെ ഒന്ന് ശക്തിയായി ചവിട്ടി. ഭഗവാന്റെ പാദപ്രഹരമേറ്റ് ആ ഫണീന്ദ്രൻ തൽക്ഷണം തന്നെ ചുറ്റഴിഞ്ഞ് ചത്ത് മലർന്നു വീണു. അതേസമയം അവൻ്റെ ജഡത്തിൽ നിന്നും
തേജോമോഹനമായ ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ട് പ്രശാന്തനായി നിന്ന വൃന്ദാവന സുന്ദരന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. ഭഗവാൻ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് കാരുണ്യപൂർവം ഇപ്രകാരം ചോദിച്ചു: നീ ആരാണ്? ഈ സർപ്പരൂപം ധരിക്കുവാൻ എന്താണ് കാരണം? ആ തേജോരൂപം ഇപ്രകാരം പറഞ്ഞു: പ്രഭോ, കരുണാവാരിധേ കൃഷ്ണ, സുദർശനൻ എന്നു പേരായ ഒരു ഗന്ധർവ കുമാരനാണ് ഞാൻ. സുന്ദരികളായ കുറേ സ്ത്രീകളും ഒരുമിച്ച് അഹങ്കാരത്തോടുകൂടി മേളിച്ചു നടക്കുമ്പോൾ ഒരു ദിവസം അങ്കിരസ് തുടങ്ങിയ ഏതാനും മാമുനികളെ കണ്ട് ഗർവിഷ്ഠനായി ഞാൻ അവരെ അധിക്ഷേപിച്ചു. ആ അധിക്ഷേപങ്ങൾ കേട്ട് കോപത്തോടുകൂടി അവർ എന്നെ നീ പെരുമ്പാമ്പായി പോകട്ടെ എന്ന് ശപിച്ചു. സങ്കടത്തോടുകൂടി ഞാൻ അവരോട് ശാപമോക്ഷം യാചിച്ചു. അപ്പോൾ അവർ ഇപ്രകാരം അരുളി ചെയ്തു: ദ്വാപരയുഗത്തിൻ്റെ അന്തിമഘട്ടത്തിൽ വൈകുണ്ഠാപതിയായ മഹാവിഷ്ണു പൂർണ്ണ കലയോടുകൂടി ശ്രീകൃഷ്ണൻ എന്ന നാമധേയത്താൽ യദുവംശത്തിൽ അവതരിച്ച് നന്ദനന്ദനായി വൃന്ദാവനത്തിൽ വിഹരിക്കും. ആ പുണ്യപുരുഷോത്തമൻ നിന്നെ എന്നു സ്പർശിക്കുന്നുവോ ആ മാത്രയിൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. ഈ വിധം അനുഗ്രഹിച്ച് അവർ അന്തർധാനം ചെയ്തു. അന്നു മുതൽ ഭഗവാന്റെ അവതാരം പ്രതീക്ഷിച്ച് ഈ വൃന്ദാവനത്തിലെ കാടുകളിൽ വന്ന് ഞാൻ പാർക്കുവാൻ തുടങ്ങി. അടുത്ത കാലത്ത് ഭഗവാന്റെ രാസക്രീഡ ദർശിച്ച് എൻ്റെ വർഗക്കാരായ ഗന്ധർവന്മാർ ഭഗവാനെ പ്രകൃതീകരിക്കുന്നത് കേട്ട് കൃഷ്ണാവതാരം നടന്നിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഈ ക്ഷേത്ര സങ്കേത വനത്തിൽ വന്ന് കഴിയുന്നതും വേഗം ഭഗവാന്റെ ദർശന സ്പർശനം എനിക്ക് ഉണ്ടാക്കി തരേണമേ എന്ന് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുവാനും തുടങ്ങി. കൃഷ്ണ, ഭഗവാനെ ക്ഷമിക്കണം. നിന്തിരുവടിയുടെ പിതാവിനെ ചുറ്റിയാൽ അങ്ങെന്നെ വധിച്ച് എനിക്ക് ശാപമോക്ഷം അരുളും എന്ന വിശ്വാസത്തോടു കൂടി ഇപ്രകാരം അടിയൻ ചെയ്ത അപരാധം അങ്ങ് ക്ഷമിക്കണം. അടിയനിൽ അങ്ങേക്ക് കൃപ തോന്നണം. ഇത് കേട്ട് സംപ്രീതനായി കൃഷ്ണൻ അവനെ വേണ്ടവിധം അനുഗ്രഹിച്ച് ദേവലോകത്തിലേക്ക് അയച്ചു. ഗോപന്മാരും ഗോപികളും അത് കണ്ടപ്പോൾ കണ്ണൻ്റെ ആ പഴയ അത്ഭുത കഥകൾ അനുസ്മരിച്ച് കണ്ണൻ സാക്ഷാൽ ഈശ്വരൻ്റെ അവതാരമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ മായാവൈഭവത്താൽ പെട്ടെന്ന് ആ ചിന്തകളൊക്കെ സ്വപ്നം പോലെ അവരുടെ മനസ്സിൽ നിന്നും വിട്ടകന്നു. ഉപവാസവ്രതം അവസാനിപ്പിച്ച് പിറ്റേ ദിവസം പ്രഭാതത്തിൽ പ്രത്യേകം ദുർഗാപൂജകളും നടത്തി സന്തോഷത്തോടുകൂടി ഗോപന്മാർ സ്വവസതികളെ പ്രാപിച്ചു. രാസക്രീഡാകാലത്തെ 7 വയസ്സ് തരണം ചെയ്ത് ഭഗവാൻ ഇപ്പോൾ 10ാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. വൃന്ദാവനത്തിലെ രാസക്രീഡയ്ക്ക് ശേഷം കൃഷ്ണൻ തൻ്റെ ഓടക്കുഴൽ തൊട്ടിട്ടില്ല. ആ വേണുനാദം അതോടുകൂടി നിലച്ചു. ഗോപസ്ത്രീകളെ ആനന്ദിപ്പിക്കുവാനും വൃന്ദാവനത്തെ പുളകം കൊള്ളിക്കുവാനും വേണ്ടി കൃഷ്ണൻ മുരളീഗാനം ഉതിർത്തുകൊണ്ടേ ഇരുന്നു. ഗോപസ്ത്രീകൾ ഇന്ന് പുണ്യവതികളാണ്. മുരളീനാദത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാദബ്രഹ്മം കൃഷ്ണനിൽ നിന്നും അവർ കേട്ടുകഴിഞ്ഞു. അവർക്കിനി ആ വേണുനാദം കേൾക്കണമെന്നില്ല. കൃഷ്ണൻ ആ ഓടക്കുഴൽ തൻ്റെ നിത്യഭക്തയായ രാധയ്ക്ക് സമ്മാനിച്ചു. അവൾ തൻ്റെ ആത്മരമണനായ കൃഷ്ണൻ്റെ സ്മാരകമായി ആ ഓടക്കുഴലിനെ നിത്യവും പൂജിച്ച് ആരാധിച്ചു വന്നു. കംസഭൃത്യനായ അരിഷ്ടൻ എന്ന ദൈത്യൻ ഭീമാകാരനായ ഒരു കാളയുടെ രൂപം ധരിച്ച് ഗോകുലത്തിൽ വന്നു ചേർന്നു. കുളമ്പുകളാൽ ഭൂമി ചവിട്ടി കുതിച്ച് പിളർന്നു കുഴിക്കുകയും മദം പെരുത്ത് ഞെളിഞ്ഞ് മുക്കറയിട്ട് കീഴ്മേൽ ചാടുകയും കൂർത്തുമൂർത്ത നീണ്ട കൊമ്പുകൾ കൊണ്ട് വൃക്ഷങ്ങളെയും കന്നുകളെയും കുത്തിമറിക്കുകയും
ഗംഭീര ശബ്ദത്താൽ അലറുകയും ചാടിയോടി വാലുകൊണ്ടടിച്ച് ഭൂമണ്ഡലത്തിലെ പൊടിപടലങ്ങൾ ആകാശത്തിലേക്ക് പറപ്പിക്കുകയും ചെയ്തുകൊണ്ട് വൃഷഭരൂപിയായ ആ അസുരൻ നന്ദഗൃഹത്തിൽ എത്തിച്ചേർന്നു. ഭീമാകാരമായ ആകൃതിയോടു കൂടിയ ആ കാളയെ കണ്ട് ഗോകുലവാസികളാകെ ഭയപ്പെട്ടു. കൊമ്പുകളും കുലുക്കി മുക്കറയിട്ടുകൊണ്ട് അവൻ തൊഴുത്തിൽ നിൽക്കുന്ന ഗോക്കളുടെ നേർക്ക് തിരിഞ്ഞു. പേടിച്ച് കയറും പൊട്ടിച്ചു പശുക്കൾ 4 വശത്തേക്കും ഓടി. ഗോപന്മാർ കൃഷ്ണന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു: കൃഷ്ണ, ഒരു കൂറ്റൻ കാള നമ്മുടെ തൊഴുത്തിൽ കയറി പശുക്കളെയെല്ലാം വിരട്ടി ഓടിക്കുന്നു. ഇത് കേട്ട് കരുണാമയനായ ഭഗവാൻ ഗോവിന്ദൻ തൊഴുത്തിനടുത്തു വന്ന് നിന്നുകൊണ്ട് കാളയെ ഒന്ന് നോക്കി. വേഷം മാറി വന്നിരിക്കുന്ന ഒരു അസുരനാണ് അവനെന്ന് സാക്ഷാൽ ശ്രീഹരിക്ക് മനസ്സിലായി. താൻ ഉദ്ദേശിച്ചു വന്ന ശത്രുവായ കൃഷ്ണനെ കണ്ടയുടനെ തന്നെ അരിഷ്ടൻ എന്ന അസുരൻ ഭഗവാന്റെ നേർക്ക് തിരിഞ്ഞു. പിന്നെ ഒട്ടും താമസിച്ചില്ല. കൃഷ്ണൻ മുമ്പോട്ട് ചാടിയടുത്ത് തൻ്റെ പാണി പങ്കജം കൊണ്ട് അവനെ ഒന്നാഞ്ഞടിച്ചു. ആ പ്രഹരമേറ്റ് ദൈത്യൻ അകലത്തിലേക്ക് തെറിച്ചു വീണു. അവിടെ നിന്നും എഴുന്നേറ്റു വീണ്ടും അവൻ കൃഷ്ണന്റെ നേർക്ക് അടുത്തു. മുണ്ടു പിഴിയുന്നതുപോലെ കാർവർണൻ അവൻ്റെ കണ്ഠം പിടിച്ച് ഞെരിച്ച് അവനെ തൽക്ഷണം തന്നെ വധിച്ചു. സ്വന്തം രൂപം പ്രാപിച്ച ആ അസുരൻ മൃതനായി മലമൂത്ര രക്തത്തിൽ കുളിച്ച് താഴെ വീണു. ഗോപന്മാർ പണ്ട് ചെയ്തതുപോലെ അവൻ്റെ ഭീമാകാരമായ ജഡം വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കി വലിച്ച് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഇതൊക്കെയാണ് രാസക്രീഡയ്ക്ക് ശേഷം ഗോകുലത്തിൽ അരങ്ങേറിയ ലീലാവിനോദങ്ങൾ. ഭാഗവതത്തിൽ ഈ വിധമാണ് പറയുന്നത്. അതായത് രാസക്രീഡയ്ക്ക് ശേഷം ഭഗവാൻ തൻ്റെ സർവസ്വവുമായ ഓടക്കുഴൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തയ്ക്ക് നൽകി എന്നാണ് പറയുന്നത്. ആ ഓടക്കുഴൽ രാധാറാണി നിത്യവും പൂജിച്ച് തൻ്റെ മാറോട് ചേർത്ത് അടക്കി പിടിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. രാധാദേവിയുടെ സ്നേഹവും വിരഹവും കണ്ണുനീരുമൊക്കെ ധാരാളം അനുഭവിച്ച ആ ഓടക്കുഴൽ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ഭഗവാന്റെ ഭക്തകൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. കാരണം നിഷ്കളങ്കമായ ഭക്തിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അവരേതു രീതിയിലാണോ ഭഗവാനെ ആഗ്രഹിച്ചത് ആ രീതിയിലെല്ലാം ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഭക്തകളിൽ തന്നെ ഏറ്റവും ഭഗവാന് പ്രിയപ്പെട്ട ഭക്ത രാധാറാണിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഭഗവാന് ധാരാളം ഭാര്യമാർ ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ നാമത്തോടൊപ്പം എന്നും ചേർന്നിരിക്കുന്നത് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയായ രാധാറാണിയുടെ പേര് തന്നെയാണ്. ഭഗവാനെ ഓർക്കുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ഭഗവാനോടൊപ്പം ഓടി വരുന്ന രൂപം രാധാറാണിയുടേതായിരുന്നു. കാരണം ഏറ്റവും വലിയ ഭക്തയായിരുന്നു രാധാറാണി. ഗോപസ്ത്രീകൾക്കായിരുന്നു ഭഗവാനോട് ഏറ്റവും വലിയ നിഷ്കളങ്കമായ ഭക്തിയുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഭാഗവതത്തിൽ വളരെ വിശദമായി തന്നെ വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭാഗവതം കേൾക്കാൻ സാധിക്കുന്നത് ആരൊക്കെയാണോ കേൾക്കുന്നത്, ഒരു 5 പേരെ കേട്ടുള്ളെങ്കിലും ആ 5 പേര് ഏറ്റവും പുണ്യം ചെയ്തവരാണ് എന്ന് വിശ്വസിക്കുക. കാരണം ഈ കലിയുഗത്തിൽ ഇതൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് വളരെ വളരെ ഭാഗ്യമാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇത് കേൾക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് വലിയ പുണ്യമാണ്. കാരണം ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ കഥകൾ പറയുന്നതും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നതും
ഭക്തിയുടെ മറ്റൊരു രൂപം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇത് വളരെ ഇഷ്ടമാണ്. ആരാണോ ഭഗവാന്റെ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് അവരോട് ഭഗവാന് പ്രത്യേകമായ താല്പര്യമുണ്ടാകും. കാരണം ഭക്തവത്സലനാണ് ഭഗവാൻ. ഭക്തർക്ക് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഭഗവാൻ ഭക്തവത്സലനാണ് എന്ന്. ഇനി തുടർന്ന് നമ്മളങ്ങോട്ട് കംസവധം അങ്ങനെ ധാരാളം ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ള ഭാഗങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾ പറയാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഭഗവാൻ അത് സാധിച്ചു തരുമോ എന്തോ അറിയില്ല. ഭഗവാൻ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് പറയാനായിട്ട് സാധിക്കും. അത് കേൾക്കാനും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിരന്തരം നാമം ജപിക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ.